ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ പറയാത്തല്ലേ. അപ്പോൾ ബീഫിനെ ഞാൻ ആദ്യം കുക്കറിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് ഉരുളിയിൽ സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് വാട്ടുന്നു കേട്ടോ. ഇതൊക്കെ വാടിയതിൻ്റെ ശേഷം ബീഫ് ഇതിൽക്കുണ്ട് ചെരിഞ്ഞെടുത്താൽ മതിയല്ലോ. ഇതാ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ബീഫ് ഇതാ ഇതിലേക്ക് ചെരിഞ്ഞു കൊടുത്തിട്ടാ. കുറച്ച് കറി ഉണ്ടായിക്കോട്ടെ, പത്തിരിക്കല്ലേ, പത്തിരി ഉണ്ടാക്കേണ്ട കേട്ടോ. അപ്പോൾ നൈസ് പത്തിരി. അപ്പോൾ ഇതാ കുറച്ച് കറി ഉണ്ട്, ഇനി കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പം അങ്ങനെ എന്താട്ടോ ബീഫ് കറി. അപ്പോൾ അങ്ങനെ ഇതാ പത്തിരി ഇതാ ചുടണം കേട്ടോ. ഇതേ 4 ഇട്ടിട്ടുണ്ട്. ഇതാ പത്തിരി ഇതാ ചുടണം. കുറച്ച് ഇതാ ചുട്ട് വെച്ചേക്കണം കണ്ടോ. കുറച്ചും കൂടി ചുടാനുണ്ട്. ബാക്കി ഇതേട്ടാ ഇത്ര ഉണ്ട് കേട്ടോ ചുടാൻ. ഇത്രതാ ചുട്ട് ഇതാ കല്ലിൽ. അപ്പോൾ പത്തിരി ഏകദേശം ചുട്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ. കണ്ട പത്തിരി നല്ലവണ്ണം പൊള്ളച്ചു. ഇതാ പത്തിരിയൊക്കെ കഴിക്കാൻ പോകണം. എല്ലാം റെഡിയായി. ഇതാ ബീഫ് കറി റെഡിയായി. ഇതാ തേങ്ങാപ്പാൽ കേട്ടോ. ഞങ്ങളവിടെ ഇപ്പോൾ ബറാത്തിന് എന്താണ് പത്തിരിയും ബീഫ് കറിയും നിർബന്ധം. ബീഫും ചിക്കനായാലും കുഴപ്പമില്ല കേട്ടോ, നിർബന്ധമാണ് കേട്ടോ. പിന്നെ എല്ലാവരും രാത്രിയൊക്കെയാണ് ആക്കാറ്. ചിലവർ രാത്രിയൊക്കെ കേട്ടോ കഴിക്കുക. പക്ഷെ ഞങ്ങൾ എന്നും ഉച്ചയ്ക്കാണ് കഴിക്കുക ബീഫ് കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഉമ്മ എല്ലപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഉമ്മ മരിച്ചിട്ടും ഞങ്ങൾ എല്ലാ ബറാത്തിനും ഉച്ചയ്ക്ക് തന്നെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഉമ്മക്ക് ഇഷ്ടം ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിക്കലാണ്. അപ്പോൾ അതാ പത്തിരി ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. ഇവിടെ ഞങ്ങൾ ഈ നാട്ടിൽ നിർബന്ധമാണ് പത്തിരി, പിന്നെ കറിയും ബീഫായാലും ചിക്കനായാലും പിന്നെ ഉണ്ടാക്കണത് നിർബന്ധമാണ്. അപ്പോൾ അതാ ഇതൊക്കെ ഉണ്ടാക്കി ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നോക്കി എന്നാൽ ബൈ, അസ്സലാമു അലൈക്കും.